അതായത് ഈ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്നർത്ഥം. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 55 അപകടങ്ങൾ, 65 പേർക്ക് പരിക്ക്, 7 മരണം ഈ ബ്ലാക്ക് സ്പോട്ട് നടന്ന ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വെറും അപകടങ്ങളുടെ ദൃശ്യങ്ങൾ മാത്രമാണല്ലേ. ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് വല്ല അപകടവും നടന്നതിൻ്റെ CCTV ദൃശ്യമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ 2-3 തവണ അത് തന്നെ നോക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം തുറക്കുന്ന സമയത്ത് തന്നെ ആദ്യം വരുന്നത് ഏതെങ്കിലും ഒരു അപകടത്തിൻ്റെ CCTV ദൃശ്യമായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്നിട്ടുള്ളത് പനയമ്പാടത്ത് നടന്ന 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. ഒരു ലോറി അവരുടെ ദേഹത്തോട്ട് മറിഞ്ഞിട്ട് 4 സ്കൂൾ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. ആ ഒരു അപകടം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു ലോറിയുടെ അടുത്തേക്ക് പോയിട്ട് ആ കുഞ്ഞിനെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു അപകട ദൃശ്യവും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ എത്ര ആക്സിഡന്റ് നടന്നു എന്നതിനൊരു കണക്കുമില്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം ന്യൂസുകളാണ് ആക്സിഡന്റുമായി സംബന്ധിച്ച് വന്നിട്ടുള്ളത് അല്ലേ. ഏതായാലും ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത്, ന്യൂസിലും മറ്റുമൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നത് പനയമ്പാടത്തെ ആക്സിഡന്റ് ആണ്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. 4 വിദ്യാർത്ഥികൾ, 4 അല്ല 5 വിദ്യാർത്ഥികളുണ്ട്. 5 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ്, ക്രിസ്മസ് പരീക്ഷയാണല്ലോ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ്, സിപ്പൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഈ ഒരു 4 കുട്ടികളാണ്, ഒരു കുട്ടി ബാക്കിലായിരുന്നു, 4 കുട്ടികൾക്ക് നേരെ ഒരു ലോറി വരുന്നതും അവരെ ഇടിക്കുന്നതും അവരുടെ ദേഹത്തു കൂടെ മറിയുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് നടന്നത് ഇങ്ങനെയായിരുന്നു. മണ്ണാർക്കാട് ഭാഗത്ത് നിന്നും ഒരു ലോറി പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് നിന്നും സിമെന്റ് ചാക്കുമായിട്ട് മറ്റൊരു ലോറി മണ്ണാർക്കാടേക്കും വരുന്നു. ആ സിമെന്റ് ചാക്കുള്ള ലോറി പതിയെയാണ് വരുന്നത്. എന്നാൽ മണ്ണാർക്കാട് നിന്നും പോകുന്ന ലോറി, മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ലോറി അത്യാവശ്യം സ്പീഡുണ്ട്. അങ്ങനെ ആ ഒരു ലോറി, മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ലോറിയുടെ നിയന്ത്രണം വിട്ട് സിമെന്റ് ചാക്കുമായിട്ട് വരുന്ന ലോറിക്ക് ഇടിക്കുകയും അങ്ങനെ സിമെന്റ് ചാക്കുമായിട്ട് വരുന്ന ലോറിയുടെ നിയന്ത്രണം പോയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ നേരെ പോവുകയായിരുന്നു അല്ലെ. അങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അപകടം നടക്കാൻ കുറെ അധികം കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂസിൽ ഈ പനയമ്പാടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ കുറിച്ച് ന്യൂസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു മോഡലുള്ള ഒരു റോഡായിട്ടാണ് വരുന്നത്. ആ ഒരു സ്ഥലം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇതിനു മുൻപും കുറെ അധികം ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കാം. അപകടം കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. അതായത് ഈ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്നർത്ഥം. 2022 ജൂലൈ മാസത്തിലാണ് കോങ്ങാട് MLA ശാന്തകുമാരി ഒരു സത്യക്ഷണിക്കലുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പറയുന്നത്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 55 അപകടങ്ങൾ, 65 പേർക്ക് പരിക്ക്, 7 മരണം ഈ ബ്ലാക്ക് സ്പോട്ട് നടന്ന ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവരിതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കല്ലടിക്കോട് മുതൽ കരിമ്പ വരെ ആ ഒരു പ്രദേശം ബ്ലാക്ക് സ്പോട്ടാണ്. ഒരു മോഡലാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെരിവൊക്കെ കൂടിയിട്ട് ആ ഒരു രീതിയിലുള്ള സ്ഥലമായിട്ടാണ് വരുന്നത്. അത് നേരത്തെ തന്നെ ബ്ലാക്ക് സ്പോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. 55 അപകടം അവിടെ നടന്നിട്ടുണ്ട്. അതിൽ കുറേ അധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, 7 മരണവും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു സ്ഥലം അത്ര ചില്ലറ സ്ഥലമൊന്നുമല്ല. ഇതിനു മുൻപും കുറേയധികം തവണ അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടെയാണ്. പിന്നെ ഞാൻ ഇതിൽ കുറേയധികം ഈ വാർത്തയുടെയൊക്കെ താഴെ ഭാഗത്ത് കുറേയധികം കമന്റുകൾ കാണാൻ സാധിച്ചു. അതായത് അവിടെ ഒരു ഡിവൈഡർ വെച്ചിരുന്നെങ്കിൽ, നമ്മുടെ സ്കൂളിന്റെ മുന്നിലൊക്കെ ഡിവൈഡറുകൾ വെക്കുമല്ലോ, അതുപോലെ ഒരു ഡിവൈഡർ വെച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. ഈ അപകടം എന്നല്ല, അവിടെ നടന്നിരുന്ന ഒട്ടുമിക്ക അപകടങ്ങളും ഒഴിവാക്കാമായിരുന്നു. ആ രീതിയിലുള്ള കമന്റുകൾ കുറേയധികം കാണാൻ സാധിച്ചു. ഏതായാലും ഇനി അങ്ങോട്ട് അവിടെ ഡിവൈഡറുകളും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. അതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓവർ സ്പീഡായിട്ട് വാഹനങ്ങൾ വരുമ്പോൾ ഡിവൈഡർ കാണുമ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്യും. അതിലൂടെയൊക്കെ സ്ഥിരം പോകുന്നത് തന്നെയായിരിക്കും ഈ ലോറികളൊക്കെ. അവർക്കറിയും 2-3 തവണ ഡിവൈഡറും കാര്യങ്ങളും കാണുമ്പോൾ ഇനി ഡിവൈഡർ വരും, പതിയെ പോകാം എന്നുള്ള കാര്യം അവർക്ക് ഓർമ്മ വരും. അങ്ങനെ ഡിവൈഡർ വെക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറക്കാൻ വളരെ നല്ലൊരു കാരണം അത് തന്നെയാണ്. ഡിവൈഡർ വെക്കുന്നുണ്ടെങ്കിൽ അപകടങ്ങൾ കുറയും. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും കുറേയധികം ആളുകൾ ആ ഒരു കാര്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ ഒരു അപകടം ആ ഒരു കുട്ടികളെ ഇപ്പൊ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. 4 കുട്ടികൾ മരണപ്പെട്ടു പോയി. ആ ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതിൽ അജിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടി കുറച്ച് ബാക്കിലൂടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുട്ടി കുഴിയിലേക്ക് വീണത് കാരണം ആ കുട്ടി ആ ഒരു ലോറിക്കടിയിൽ പെട്ടില്ല, അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. തലനാരിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനായിട്ട്. ഏതായാലും ആ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. നേരെ ആ കുഴിയിൽ നിന്ന് നീച്ചിട്ട് അവിടുത്തെ ഒരു വീട്ടിലേക്ക് പോവുകയത്. അപ്പൊ അവിടെ ആരാണ് ആദ്യം ഈ ആളുകൾ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താൻ ആരാ വന്നത്? അതറിയില്ല. മോള് കണ്ടിണ്ടായില്ല. ഇന്ന് എത്രാമത്തെ പരീക്ഷയായിരുന്നു? 2ാമത്തെ പരീക്ഷ. ഇതിന്റെ ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴമൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതപ്പോ ഈ കുട്ടികള് ഇപ്പൊ ഇന്ന് മരിച്ച ഇത് ഏത് കുട്ടിയുടെ നമ്മളെ കാർബോർഡ് റിദാന്റെയും കോട്ടൺ നിദാന്റെയും മരിച്ച 2 കുട്ടികളുടെ
കുടയും അതുപോലെ തന്നെ ഈ റൈറ്റിംഗ് പാഡുമാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇപ്പം ഈ അജ്ന മോളുടെ സാധനങ്ങൾ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു, തിരിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും അടുപ്പം ഉണ്ടായിരുന്ന 5 പേരായിരുന്നു. അതിൽ നിന്ന് ഈ മോള് മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോളെ, ഈ ലോറി നല്ല സ്പീഡിലായിരുന്നു പറയുന്നത്, അത് ശരിയാണോ? ആ മണ്ണാർക്കാട് നിന്ന് വന്ന ലോറി നല്ല സ്പീഡിലായിരുന്നു, മറ്റേ ലോറി മെല്ലെ വന്നു. അതായത് നിങ്ങളെ ഇടിച്ച ലോറി പതിയായിരുന്നു, മണ്ണാർക്കാട് നിന്ന് വന്ന ലോറി സ്പീഡിലായിരുന്നു, അങ്ങനെയാണോ? ഓക്കെ. അതെങ്ങനെ അപ്പൊ മോള് ശ്രദ്ധിച്ചിരുന്നു അതല്ലേ? ഓക്കെ ഓക്കെ. എസ് കെ എൻ, ഇവര് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 3:30 പരീക്ഷ കഴിഞ്ഞ് അവർ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അവര് ഈ പനയമ്പാടത്തൊരു കടയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങി അത് കഴിച്ചുകൊണ്ട് അവർ തിരികെ വരുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം വന്നു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൊടകളോ അല്ലെങ്കിൽ ബുക്കുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെൻസിൽ, പെന്ന്, ചട്ട ഇതൊക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സുകളുടെ ഒക്കെ കയ്യിലായിരിക്കും. അവരുടേത് നമ്മുടെ കയ്യിലുണ്ടാകും, നമ്മുടേത് അവരുടെ കയ്യിലുണ്ടാകും. ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അത്രത്തോളം സൗഹൃദത്തിലായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അവരുടെ ഒരു മനസ്സിന്റെ വേദന എത്രത്തോളം ഉണ്ടാകും, അതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പിന്നെ ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ണാർക്കാടിൽ നിന്നും വന്ന ആ ഒരു ലോറി വളരെ വേഗത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ ഇടിച്ച ലോറി അത്ര വേഗത്തിലല്ല, ഇവരെ ഇടിച്ചത് സിമന്റ് ചാക്കുമായിട്ട് വന്ന ലോറി ആയിരുന്നു. അപ്പോൾ അത് പതിയാണ് വന്നിട്ടുള്ളത്. പിന്നീട് ആ ഒരു മറ്റു ലോറി ഇടിച്ചതിന്റെ ആഘാതത്തിൽ അതും തെന്നി മാറിയിട്ട് ഇവരുടെ ദേഹത്തു കൂടെ സിമന്റ് ചാക്കുകളെല്ലാം കൂടെ വരികയായിരുന്നു. ആ രീതിയിലുള്ള കാര്യമാണ് ഇവരും പറയുന്നത്. ഏതായാലും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു ബ്ലാക്ക് സ്പോട്ട് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. കൂടുതൽ അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം നടന്ന ഒരു അപകടം ഇപ്പോൾ ഇങ്ങനെ അവിടെ CCTV ദൃശ്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോറി തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തെന്നി മാറി വരുന്ന ഒരു CCTV ദൃശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. കാണാം, ആ ലോറി വന്ന് പോകുന്നു, മഴയാണ്. രണ്ടാമത്തെ ലോറി വരുന്ന ദൃശ്യം നോക്കൂ. ഇവിടെ വെച്ച് ലോറി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ലോറി ദിശ തെറ്റി നേരെ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ആളുകൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. മഴയായിരുന്നത് കൊണ്ടും തിരക്കില്ലാതിരുന്നത് കൊണ്ടും അന്ന് ഇവിടെ അപകടത്തിലാരും മരിച്ചില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കണ്ട ഒരു അപകടവും അതുപോലെ തന്നെ ഇപ്പൊ നടന്നിട്ടുള്ള ഒരു അപകടവും രണ്ടും സെയിം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് റോഡിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, ജലപാടുകളൊക്കെ ഉള്ള ഒരു സമയമാണ്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് തെന്നി മാറിയിട്ട് വാഹനം ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങിയിട്ടാണ് വന്ന് ഇടിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ വെച്ച ഒരു CCTV ദൃശ്യത്തിൽ അന്ന് അപകടങ്ങളും കാര്യങ്ങളും നടന്നിട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് പരിക്കും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. പക്ഷെ ഇന്ന് സംഭവിച്ചത് ഇതുപോലെ തന്നെ റോഡിൽ ജലപാടുകൾ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. മിനുസമുള്ള പ്രദേശമാണ്, അതായത് മിനുസമുള്ള ഒരു റോഡായിട്ടാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആയിട്ടാണ് വരുന്നത്. ചെറിയൊരു അറക്കം അതുപോലെ തന്നെ ചെറിയൊരു കയറ്റം എല്ലാം ഉള്ള ആ രീതിയിലുള്ള ഒരു റോഡായിട്ടാണ് വരുന്നത്. മിനുസമുള്ള ഒരു റോട്ടിലൂടെ ഒരു വാഹനം വെള്ളത്തിലൂടെ വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും സ്കിഡാവും. അതും പ്രത്യേകിച്ച് അപ്പുറത്തുള്ള ഒരു വാഹനം വന്ന് ഇടിച്ചിട്ട് അതിന്റെ ആഘാതത്തിൽ എന്താ പറയാ, നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന ഒരവസ്ഥ, പിന്നീട് തെന്നി മാറുന്ന ഒരവസ്ഥ, അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന് ന്യൂസുകാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ആ റോഡ് എടുത്തിട്ട് അതിന്റെ ചിത്രങ്ങൾ കാണിച്ചിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ഈ സ്പീഡ് ബ്രേക്കറുകൾ നേരത്തെ വെച്ചുവെങ്കിലും അത് കാലാനുസൃതമായി പുതുക്കിയില്ല. പകരം ഈ റോഡിൽ നല്ല ഒന്നാം തരം മിനുസമുള്ള ഭാഗമാണ്, സ്മൂത്തനിങ് ഉള്ള റോഡ് എന്തുകൊണ്ട് റഫാക്കിയില്ല എന്നൊരു ചോദ്യം. റഫാക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച് JCB കൊണ്ടുവന്ന് ചില ഭാഗങ്ങളിലൊക്കെ ചില റഫ് സർഫസ് ഉണ്ടാക്കിയെങ്കിലും റോഡിൻ്റെ മധ്യത്തിലൊന്നും ഇപ്പോഴും ആ സ്മൂത്തനിങ് അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഴ പെയ്താൽ വെള്ളം പോകാനുള്ള ഡ്രെയിനേജിങ് സംവിധാനമില്ല, അതുകൊണ്ട് തന്നെ റോഡിലൂടെ വെള്ളം ഒഴുകും. അക്വാ പ്ലെയിനിങ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ജലപാട് രൂപപ്പെടുന്നതോടുകൂടി വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നിരന്തരം അപകടം ഉണ്ടാവുന്നതിന് ഈ പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാത്രം 2 സിഗ്നലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സിഗ്നലുകൾ ഇങ്ങനെ ലൈറ്റ് മിന്നി കത്തും എന്നതിനും അപ്പുറത്തേക്ക് നിരന്തരം ഒരു പോലീസിനെ അവിടെ ഡ്യൂട്ടിക്കിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് യോഗ തീരുമാനപ്രകാരം അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭാഗമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കാൻ പോകുന്നു. നാളെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും എന്നാണ് അറിയിച്ചത്. ഇവിടെ ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് അവിടെയുള്ള റോഡിന്റെ അവസ്ഥ വളരെ മിനുസമുള്ളത് റോഡാണ് എന്നുള്ള കാര്യം അവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുമായി സംബന്ധിച്ച് കുറേയധികം പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ പിന്നീട് തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. JCB കൊണ്ടോ എന്തോ 4 വരെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഇവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് റോഡിൽ ഇങ്ങനെ വരകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതല്ലേ. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മിനുസമുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്
ഇങ്ങനെ JCB കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളും ഇടാറുള്ളത്. അത് ഇവിടെയും ഇട്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് എത്തിയിട്ടില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിനുസമായിട്ടുള്ള പ്രദേശമാണ്, അവിടെ വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു, അതായത് മഴ പെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു, ജലാംശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാഹനം സ്കിഡ് ചെയ്ത് പോയത്. ആ രീതിയിലുള്ളൊരു കാരണം കൂടെ അവർ പറയുന്നുണ്ട്. പിന്നെ സ്പീഡ് ബ്രേക്ക്, അവിടെ കുറേ അധികം വരകൾ അവർ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ കുറേ അധികം അടുപ്പിച്ചുള്ള വരകൾ, വൈറ്റ് വരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സ്പീഡ് ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൂടെ തേഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ അത് പുതുക്കി പണിയേണ്ടതുണ്ട്, അത് പുതുക്കി പണിഞ്ഞിട്ടില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഡിവൈഡർ വെക്കാമായിരുന്നു. ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് നമ്മൾ 1-2 ഡിവൈഡറുകൾ ഇടവിട്ട് വെക്കേണ്ടതല്ലേ. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതായത് AI ക്യാമറ ആയിക്കോട്ടെ, എല്ലാം കാര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതുകൂടെയാണ്, അതായത് ഇങ്ങനെ ഈ ക്യാമറകളൊക്കെ വെക്കുന്ന സമയത്ത് ഓവർ സ്പീഡിനുള്ള ക്യാമറ കൂടെ ഇവർക്ക് വെച്ചുകൂടെ, ഞാൻ അതാണ് ആലോചിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെ ഈ റാപ്പോലേക്കുള്ള അപകടങ്ങൾ സാധ്യത കൂടുതൽ അപകടം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് ക്യാമറ നിർബന്ധമായിട്ടും വെക്കണം. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ആർക്ക് ഫൈൻ അടക്കാൻ താല്പര്യമില്ലെങ്കിലും അതുപോലെയുള്ള സ്പീഡ് ക്യാമറകളുടെ വെക്കണം. അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെയുള്ള റോഡ് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ലോറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം പോകുന്ന ആളുകളായിരിക്കും, അവർക്കൊക്കെ പരിചയം ഉണ്ടാകും. പക്ഷേ സ്പീഡിന് ഒരു ലിമിറ്റ് വെക്കണം. അപകടം ഒരുപക്ഷെ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നടന്നേക്കാം. ആ ഒരു ചിന്ത എല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആ റോഡിന് ഒരു ചെരിവുണ്ടെന്ന് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാക്കുക. പിന്നെ ഡിവൈഡർ വെക്കാൻ കഴിയുമെങ്കിൽ 1-2 ഡിവൈഡറുകൾ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വെക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സ്പീഡ് ക്യാമറ ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടുതലായിട്ട് അപകടങ്ങൾ നടന്ന സ്ഥലങ്ങൾ എടുത്തു നോക്കിയിട്ട് അവിടെയൊക്കെ സ്പീഡ് ക്യാമറ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇനി അപകടങ്ങളൊക്കെ കുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഈ ഒരു മാസം എത്രത്തോളം അപകടങ്ങൾ നമ്മൾ കണ്ടു, എത്രത്തോളം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അപകട ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഇപ്പോൾ ആ ഒരു കുട്ടികളെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു കുടുംബത്തിന് അതിനുള്ള ക്ഷമ ദൈവം കൊടുക്കട്ടെ, അത് ഉൾക്കൊള്ളാനുള്ള ക്ഷമ ദൈവം കൊടുക്കട്ടെ, അത് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും എന്താണ് ഈ വീഡിയോയുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.